പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിരാവിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മുടെ പൈയുടെ ഒഫീഷ്യൽ പേജിൽ, അതുപോലെ തന്നെ നമ്മുടെ പൈയുടെ മൈനിങ് ആപ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വളരെയധികം സൂപ്പർ എക്സൈറ്റഡ് ആവുന്ന ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പയനിയേഴ്സ് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർ ജോയിൻ ചെയ്യിപ്പിച്ച അവരുടെ ആൾക്കാർ, അതായത് നമ്മുടെ റെഫറൽസ്, അവരുടെ KYC ചെയ്യാത്ത പക്ഷം അവരുടെ സ്പീഡ് കൊണ്ട് നമുക്ക് കിട്ടിയ ബോണസ് കോയിൻസ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഫെബ്രുവരി 28 വരെ ആയിരുന്നു അതിൻ്റെ ഡെഡ് ലൈൻ നമുക്ക് പൈ കോർ ടീം അനുവദിച്ചിരുന്നത്. പക്ഷേ വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, നമ്മൾ ഇന്ന് നമ്മുടെ മൈനിങ് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് വീണ്ടും 14 ദിവസം കൂടെ അവർ നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് ഇനിയും KYC ചെയ്യാത്തവർക്ക്, പഴയ പൈനിയേഴ്സിന് KYC ചെയ്യാത്തവർക്ക് KYC ചെയ്യാൻ വീണ്ടും 2 ആഴ്ചത്തെ സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്താൽ മതിയാവുന്നതാണ്. ഓക്കെ, ഈ KYCയെ സംബന്ധിച്ച് പലർക്കും പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഈ KYC മൂലം നമുക്ക് സമയത്ത് KYC ഈ 14 ദിവസത്തിനകം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരേ ഒരു കൂട്ടർക്കാണ്. അതായത് നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മൾ പൈ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യുകയും നമുക്ക് KYCയുടെ സ്ലോട്ട് ലഭിക്കുകയും ചെയ്തിട്ടും നമ്മൾ വളരെ കാലമായി KYC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നവർക്കാണ് അത്തരത്തിലുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ നമുക്ക് അറിയാം എന്ന് ചോദിച്ചാൽ, നമ്മൾ പൈ നെറ്റ്വർക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് മൈനിങ്ങിന് വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിൽ നമ്മൾ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എടുക്കൂലേ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഡെഡ് ലൈൻ, ആ ടൈം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ആരൊക്കെയാണ് ഈ 14 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ കോയിൻ നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരെ നിങ്ങളുടെ പൈയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതായത് മെയിൻ ആപ്പ്, നമ്മൾ മൈനിങ് ചെയ്യുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പിന്നെ മുകളിലുള്ള 3 വര ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ മെയിൻ നെറ്റ് എന്നുണ്ടാവും. ആ മെയിൻ നെറ്റ് എടുക്കുക. ഓക്കെ, മെയിൻ നെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ സംഭവങ്ങൾ, അതിൻ്റെ ചെക്ക് ലിസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ടൈം ഇങ്ങനെ കുറഞ്ഞിരിക്കും. ഓക്കെ, അതിൽ 14 ഡേയ്സ് എന്നുള്ളവർക്ക് എല്ലാവർക്കും ഈ ഡെഡ് ലൈൻ ബാധകമാണ്. ഇനി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളവർക്ക് ഇത് ബാധകമാണോ? അല്ലെങ്കിൽ KYC സബ്മിറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഡെഡ് ലൈൻ ബാധകമാണോ എന്ന് ചോദിച്ചാൽ ബാധകമല്ല. കാരണം ഈ KYC സ്റ്റക്കായി നിൽക്കുന്നതും അതുപോലെ തന്നെ KYCയുടെ ടെൻറ്റേറ്റീവ് ആവുന്നതൊന്നും നമ്മുടെ ഇഷ്യൂസ് കൊണ്ടല്ല, അത് ശരിക്കും പൈ ആപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളിതുപോലെ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകിൽ ടൈം ഫ്രീസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അത് ടൈം സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഓടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിലർക്ക് ഒരു 243 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീസ് ചെയ്ത് നിൽപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ആ ടൈം ലിമിറ്റാണ് നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത്. സ്റ്റക്കായി നിൽക്കുന്നവർക്ക് എപ്പോൾ ഈ ടൈം ലിമിറ്റ് സ്റ്റാർട്ടാവുമെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം, അവരുടെ പ്രശ്നം വീണ്ടും സോൾവ് ചെയ്ത് വീണ്ടും നമ്മുടെ കോർട്ടിലേക്ക് ബോൾ വരുന്നത്, ആ സമയത്ത് ടൈം റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി റീസെൻ്റായിട്ട് വന്ന ആൾക്കാരുണ്ട്, അവർ ഇത് KYC സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്കറിയാം ഈ മുകളിലായിട്ട് അവരുടെ ടൈം 14 ഡേയ്സ് എന്നായിരിക്കില്ല, അവരുടെ ടൈം ലിമിറ്റ് ഓരോരുത്തർക്കും ഓരോ ടൈം ലിമിറ്റ് ആയിരിക്കും. അത് നമുക്ക് അവിടെ റൺ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈം ലിമിറ്റ്, ഈ KYC ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എല്ലാവർക്കും ഒന്നല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ
നമ്മുടെ KYCയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ആ മൈഗ്രേഷൻ്റെ ക്യൂവിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൈഗ്രേഷൻ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് മൈഗ്രേഷൻ കഴിഞ്ഞ് സെക്കൻഡ് മൈഗ്രേഷനും ഇതുപോലെ സിസ്റ്റം ജനറേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് മൈഗ്രേഷനും അതുപോലെ തന്നെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള മൈഗ്രേഷനും നടക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങളുടെ KYCയുടെ സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വില നോക്കാം. വില നമ്മൾ വീണ്ടും ഇന്നലെയും നമ്മുടെ പൈക്കോയിൻ വീണ്ടും $2.9 USDയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഹെവി സെല്ലിംഗ് ആയിരുന്നു. പക്ഷേ ഹെവി സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ പൈക്കോയിന് കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടും ഫോൾ ചെയ്തു. $2.4 USD വരെ വന്നെങ്കിലും വീണ്ടും അത് അപ്പായിട്ടുണ്ട്. വീണ്ടും $2.8 വരെ എത്തിയിട്ട് വീണ്ടും താണു. ഇപ്പം 2.6 USDയിലാണ് നമ്മുടെ കറൻ്റ്ലി നമ്മുടെ പൈക്കോയിൻ കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡാറ്റാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ ഇപ്പം ആസ് ഓഫ് നൗ കഴിയില്ല. കാരണം നമുക്കൊരു ഒരു നല്ലൊരു ഡ്യൂറേഷനിലുള്ള ഒരു ഡാറ്റ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒതൻറ്റിക് ആയിട്ട് നമുക്ക് ചാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഫണ്ടമെൻ്റൽ ക്വാളിറ്റി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. 1, 2 ഇതിൻ്റെ ന്യൂസ് ഡ്രിവൺ ആയിരിക്കും ഈ ക്രിപ്റ്റോ കയറിപ്പോകുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ പൈക്കോയിൻ്റെ വില കൂടും എന്നുള്ളതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ.